ഡൽഹിയിൽ പുരോഗമിക്കുന്ന CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ EP ജയരാജൻ പങ്കെടുക്കുന്നില്ല. അവധിയായിരിക്കും എന്ന കേന്ദ്ര കമ്മിറ്റി അറിയിച്ചതായും സൂചനയുണ്ട്. കേരളത്തിലെയും ബംഗാളിലെയും തെരഞ്ഞെടുപ്പ് തോൽവിയടക്കമുള്ള വിഷയങ്ങൾ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ചർച്ചയാകും. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി ചേർന്നു. വിഷ്ണു, എന്തൊക്കെയാണ് ഇന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം അല്ലാതെ ചർച്ചയാകുന്നത്? EP ജയരാജൻ വിട്ടുനിൽക്കുന്നത് ഏറെ ചർച്ചയാവുന്നുണ്ടല്ലോ. മോത്തി, കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം അവലോകനം ചെയ്യുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്നും നാളെയുമായി ഡൽഹിയിൽ ചേരുന്നത്. ഈ യോഗത്തിലേക്ക് നേരത്തെ പോളിറ്റ് ബ്യൂറോ അംഗീകരിച്ച ഒരു റിപ്പോർട്ട് കൂടി സമർപ്പിക്കുന്നുണ്ട്. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ പോളിറ്റ് ബ്യൂറോ റിപ്പോർട്ടാണ് ഇതിൽ സമർപ്പിക്കുന്നത്. പക്ഷേ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് അതിലെ പരാജയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കീഴ്ഘടകങ്ങളുടെ പരാമർശങ്ങളും നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളിച്ച സംസ്ഥാന റിപ്പോർട്ട് നേരത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് PB യോഗത്തിൽ അവതരിപ്പിച്ചിരുന്നു. എന്നാൽ ആ റിപ്പോർട്ട് പൂർണ്ണമായി സ്വീകരിക്കാൻ PB യോഗം തയ്യാറായിരുന്നില്ല. പകരം ചില മാറ്റങ്ങൾ വരുത്തി പുതിയ റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിനോട് ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കേരള സംസ്ഥാന ഘടകം സമർപ്പിച്ച റിപ്പോർട്ട് കൂടി ഇന്ന് കേന്ദ്ര കമ്മിറ്റി ചർച്ചയ്ക്കെടുക്കുന്നുണ്ട്. നേരത്തെ തന്നെ കേരളത്തിൽ തെറ്റുതിരുത്തൽ രേഖയുടെ അല്ലെങ്കിൽ തെറ്റുതിരുത്തൽ നയത്തിന്റെ ഭാഗമായി തന്നെ കീഴ്ഘടകങ്ങൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ, അതായത് തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തങ്ങളുടെ അഭിപ്രായങ്ങളും നിലപാടുകളും അറിയിക്കണമെന്ന് സംസ്ഥാന ഘടകവും കേന്ദ്ര ഘടകവും അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച നിർദ്ദേശങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇന്നിപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഇത്രയും നിർണായകമായ ഒരു യോഗത്തിൽ EP ജയരാജൻ പങ്കെടുക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. EP ജയരാജൻ തനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുള്ളതിനാൽ തന്നെ അവധി വേണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നും നാളെയും ചേരുന്ന യോഗത്തിൽ EP ജയരാജൻ പങ്കെടുക്കുന്നില്ല എന്ന് അറിയിച്ചിട്ടുള്ളത്. വിഷ്ണു പ്രസാദാണ് വിശദവിവരങ്ങൾ നൽകിയത്.